എൻ്റെ മക്കളുമാരെ, അപ്പോൾ നമ്മൾ മലയാളത്തിലെ മണ്ണിൻ്റെ കിനാവുകൾ എന്നതിൽ ഒരു പഠന പ്രവർത്തനം കൂടെ ഉണ്ട്, പേജ് നമ്പർ 12. അതും കൂടെ നമുക്ക് നോക്കാം. ഒരു തൈ നടാം. ആരുടെ കവിതയാണ് ഒരു തൈ നടാം എന്നുള്ളത്? സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയാണ്. നാം പരിസ്ഥിതി ദിനത്തിൽ ചൊല്ലുന്ന ഒരു കവിതയാണ് ഒരു തൈ നടാം എന്ന സുഗതകുമാരി ടീച്ചറിൻ്റെ ഈ കവിത. ഈ ഭാഗം വായിക്കാൻ മാത്രമേ പറഞ്ഞിരിക്കുകയുള്ളൂ, പക്ഷേ ഇത് നമ്മൾ മനഃപാഠമാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതെപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു കവിതയാണ്. ഒരു തൈ നടാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു 100 തൈകൾ നിരന്നു നടുന്നു. കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? എന്തായിരിക്കാം പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അമ്മയ്ക്ക് വേണ്ടി തൈ നടണം, കൊച്ചുമക്കൾക്ക് വേണ്ടി തൈ നടണം, കിളികൾക്ക് വേണ്ടിയിട്ട് തൈ നടണം, നല്ല നാളേക്ക് വേണ്ടിയിട്ട് തൈ നടണം. പിന്നെ എന്ത് പറഞ്ഞിരിക്കുന്നത്? പ്രാണവായുവിനായിട്ടാണ് നടണം. നമുക്ക് ഓക്സിജൻ ലഭ്യമാകുന്നത് എവിടെ നിന്നിട്ടാണ്? പ്ലാന്റ്സിൽ നിന്ന്, ചെടികളിൽ നിന്ന്, അല്ലേ? ആ ചെടികൾ ചെടികൾ നട്ടാൽ മാത്രമല്ലേ നമുക്ക് ഓക്സിജൻ ലഭ്യമാവുകയുള്ളൂ, നമ്മുടെ പ്രാണവായു ലഭ്യമാകത്തുള്ളൂ. പിന്നെ മഴ ലഭിക്കണമെങ്കിൽ എന്ത് വേണം? മരം വേണം. മഴയ്ക്കായിട്ട് എന്ത് ചെയ്താൽ തൊഴുതാ നടുന്നത്. അത്രത്തോളം ഭയഭക്തിയോടെയാണ് നമ്മൾ ഓരോ ചെടികളും നടേണ്ടത്. അഴകിനായി, ഭംഗിക്ക് വേണ്ടി നമ്മൾ ചെടികൾ നടാറുണ്ട്, അല്ലേ? പിന്നെ എന്തിനാണ് നടുന്നത്? തണലിന് വേണ്ടിയിട്ട് നടാറുണ്ട്. റോഡ് സൈഡുകളിലും അല്ലെങ്കിൽ വീടുകളിലൊക്കെ തണലിന് വേണ്ടിയിട്ട് നടാറുണ്ട്. തേൻ പഴങ്ങൾക്കായി ഒരു 100 തൈകൾ നിരന്നു നടുന്നു. നല്ല ഫ്രൂട്ട്സ്, ഫലങ്ങൾ ലഭ്യമാകാൻ വേണ്ടിയിട്ടും നമ്മൾ തൈകൾ നടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ എഴുതിയതായിട്ടുള്ള ഒരു കവിത പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് നോക്കാം. സുഗതകുമാരി ടീച്ചർ എഴുതിയ മനോഹരമായ കവിതയാണ് ഒരു തൈ നടാം. ചെടികൾ വച്ചു പിടിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി തൈ നടാം എന്ന് പറയുമ്പോൾ ഭൂമിയെ അമ്മയായി ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഭൂമിയുടെ നിലനിൽപ്പ് വൃക്ഷങ്ങളിലാണ്. വൃക്ഷങ്ങളില്ലെങ്കിൽ ഭൂമി ഇല്ല എന്ന് തന്നെ പറയാം. പുതിയ തലമുറയ്ക്ക് വേണ്ടി നാം ചെടി നടണം. കൂടാതെ കിളികൾക്ക് വേണ്ടിയും നാം ചെടി നടണം. കിളികൾക്ക് വേണ്ടിയും നാം തൈ നടണമെന്നാണ് കവയിത്രി പറഞ്ഞിരിക്കുന്നത്. വായുവിന് വേണ്ടിയും മഴയ്ക്കായും ഭംഗിക്കായും തണലിനായും ഫലങ്ങൾക്കായും ചെടികൾ നട്ടു വളർത്തണം എന്ന ആശയവും ഇതിൽ പങ്കുവയ്ക്കുന്നു. അപ്പോഴിതാണ് ഒരു തൈ നടാം എന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. എല്ലാവരും കവിത ഒന്ന് മനഃപാഠമാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.